എല്ലാവർക്കും ഡെയിലി ന്യൂസ് അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്രാവശ്യത്തെ ഡെയിലി ന്യൂസിൽ നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക്സ് ഇതൊക്കെയാണ്. ഒന്നാമത്തേന്ന് പറഞ്ഞാൽ 7 babies killed in ഡൽഹി ഹോസ്പിറ്റൽ. അത് നമ്മുടെ ഫസ്റ്റ് പേജിൽ ഉള്ള ന്യൂസാണ്. അത് GS3 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസാണ്. നമ്മൾ ഇന്ന് 2 ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സ് ആണ് നോക്കുന്നത്. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആക്ച്വലി മെയിൻസ് പെർസ്പെക്റ്റീവിൽ അത്യാവശ്യം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു ബേസിക് സ്ട്രക്ചർ, ആൻസറിങ് സ്ട്രക്ചർ നമ്മൾ ഈ ന്യൂസ് പേപ്പർ ഡിസ്കഷനിൽ നമ്മൾ നോക്കും. ഓക്കെ, അപ്പം പിന്നെ 13 മാവോയിസ്റ്റ് മിലിഷ്യ മെമ്പേഴ്സ് സറണ്ടർ ബിഫോർ പോലീസ് ഇൻ ആന്ധ്രാപ്രദേശ് ASR ഡിസ്ട്രിക്ട്. ഓക്കെ, ഇതും GS3 ഇൻറ്റേർണൽ സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ഇത് നമുക്ക് മാവോയിസ്റ്റ് അഫിലിയേഷൻ അല്ലെങ്കിൽ മാവോയിസ്റ്റിൻ്റെ ഇൻസർജൻസി ബേസ് ചെയ്തിട്ടുള്ള ഹിസ്റ്ററി അല്ലെങ്കിൽ അതിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ന്യൂസ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, പിന്നെയെന്ന് പറയുന്നത് എ ഡോർ ടു എ ഹൗസിംഗ് സ്കീം ട്രൈബൽസ് ഫൈൻഡ് ഹാർഡ് ടു ഓപ്പൺ. ഇതെന്ന് പറയുന്നത് നമ്മുടെ എഡിറ്റോറിയലിലുള്ള ഒരു ന്യൂസാണ്. ഇത് GS2 സോഷ്യൽ ജസ്റ്റിസുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. ലാസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ദിസ് സെഞ്ചുറി ഹീറ്റ് വേവ്സ് ആർ മൂവിങ് സ്ലോവർ ആൻഡ് ലാസ്റ്റിംഗ് ലോങ്. ഇതിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഹീറ്റ് വേവ്സിനെ പറ്റിയും പിന്നെ ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പെർസ്പെക്റ്റീവ് ആൻസർ റൈറ്റിങ്ങിൽ എങ്ങനെ കൊണ്ടുവരും എന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പോൾ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ബേസിക്കലി ഇത് നമുക്ക് കൂടുതലും മെയിൻസ് UPSC മെയിൻസ് റിലേറ്റഡ് ആയിട്ടാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ചോദിച്ചിട്ട് കണ്ടിട്ടുള്ളത്. ഓക്കെ, അത് കഴിഞ്ഞ് നമ്മൾ പ്രിലിംസിൻ്റെ ഒരു ക്വസ്റ്റിനും കൂടി നോക്കും. ഓക്കെ, അപ്പം ഫസ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് 7 babies killed in ഡൽഹി ഹോസ്പിറ്റൽ ഫയർ. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു പ്രൈവറ്റ് ചിൽഡ്രൻസ് ഹോസ്പിറ്റലിൽ ഡൽഹിയിലുള്ളതിന് അവിടെ ഒരു ഫയർ സേഫ്റ്റി പ്രോട്ടോക്കോൾസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാത്തത് കൊണ്ട് അവിടുത്തെ ഫയറിൽ 7 കുഞ്ഞുങ്ങൾ മരിച്ചു, അല്ലെങ്കിൽ ബേബീസ് മരണപ്പെട്ടു എന്നാണ് ന്യൂസ് വന്നത്. അതൊരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ആയിട്ടുള്ള റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക് ആയതുകൊണ്ടാണ് ഞാനത് എടുത്തേക്കുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഡിസാസ്റ്റർ ഉണ്ടാകുമ്പോഴേക്കും അതിൽ വേണ്ട 3 സ്റ്റെപ്പുകളുണ്ട്. ഇത് നമ്മൾ ആൻസർ റൈറ്റിങ്ങിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ട കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻ്റ് ആണ്. പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത് ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ എടുത്തിരിക്കേണ്ട അല്ലെങ്കിൽ ആ ഒരു പർട്ടിക്കുലർ ഇൻസ്റ്റിറ്റ്യൂഷൻ എടുത്തിരിക്കേണ്ട സ്റ്റെപ്പുകളാണ്. അപ്പോൾ ദിസ് ഫേസ് ഫോക്കസസ് ഓൺ ടേക്കിംഗ് ആക്ഷൻ ബിഫോർ എ ഡിസാസ്റ്റർ ഓക്കേഴ്സ്. ദ മെയിൻ പർപ്പസ് ഈസ് ടു മിറ്റിഗേറ്റ് ഹ്യൂമൻ ലോസ്. It involves developing information systems, mobilizing resources, assessing risk, issuing warnings through various communication channels, and ensuring safe transportation of people to secure location. നമുക്കറിയാം സുനാമിയൊക്കെ വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വാർണിങ്സ് വരും, അതുപോലെ തന്നെ എർത്ത് ക്വേക്സ് വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ വാർണിങ്സ് വരും. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് വരും. അതാണ് ആ ഒരു വാർണിംഗ് സ്റ്റേജ്, അല്ലെങ്കിൽ അതിന് വേണ്ടി ആ ഒരു വരുമ്പോൾ ആൾക്കാരെ ഇവാക്യുവേറ്റ് ചെയ്യുന്നത്. അതൊക്കെയാണ് പ്രീ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ മാനേജ്മെൻറ്റ് ഡ്യൂറിങ് ഡിസാസ്റ്റർ എന്ന് പറയുന്നത് ദീസ് ഫേസ് ഈസ് ക്രൂഷ്യൽ ആൻഡ് ഡിപ്പെൻഡ്സ് ഓൺ പ്രിപ്പയർനെസ് ഡൺ ഇൻ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ഫേസ്. അപ്പോൾ ഇതെന്ന് പറയുന്നത് എന്താ, ഇപ്പോൾ ഇവർക്ക് വേണ്ട ഫുഡ്, പിന്നെ ഇവർക്ക് വേണ്ട സ്റ്റേ. ഇപ്പോൾ ഇങ്ങനൊരു സുനാമി നടന്നു, ഇപ്പോൾ സുനാമി നടക്കുമ്പോഴേക്കും ആൾക്കാരെ നമ്മൾ മാറ്റി പാർപ്പിച്ചു. അവർക്ക് വേണ്ട ഫുഡ്, അവർക്ക് വേണ്ട ക്ലോത്ത്, പിന്നെ അവർക്ക് വേണ്ട മെഡിസിൻസ് അത് എത്തിച്ചു കൊടുക്കുക. ഓക്കെ, ഇറ്റ് ഇൻവോൾവ്സ് ടേക്കിംഗ് ക്വിക്ക് ആക്ഷൻ ടു ഹെൽപ്പ് വിക്ടംസ് ഇൻ ഡിസാസ്റ്റർ പ്രോൺ ഏരിയാസ്, എൻഷുറിംഗ് ദെയർ സേഫ്റ്റി ബൈ റീലൊക്കേറ്റിംഗ് ദം ടു secure areas and providing essential needs like food, clothing and health care. ഇപ്പോൾ തേർഡ് എന്ന് പറയുന്നത് പോസ്റ്റ് ഡിസാസ്റ്റർ ആണ്. അപ്പോൾ നമുക്കറിയാം ഒരു ഡിസാസ്റ്റർ ഉണ്ടാകുന്നതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് ഡിസാസ്റ്റർ നടക്കുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണമെന്ന് പറഞ്ഞു. ഇനി ഡിസാസ്റ്റർ കഴിഞ്ഞിട്ട് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഇൻ ദിസ് ഫേസ് ദ ഫോക്കസ് ഈസ് ഓൺ റീബിൽഡിംഗ് ആൻഡ് റീകൺസ്ട്രക്ഷൻ ഓഫ് അഫക്റ്റഡ് ഏരിയാസ്. അപ്പോൾ ഇതിൽ നമുക്കറിയാം ഒരു സുനാമി നടന്നു, അല്ലെങ്കിൽ ഒരു ആക്സിഡൻറ്റ് ഉണ്ടായി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഉള്ള റീഹാബിലിറ്റേഷനാണ്. അതിൻ്റെ വിക്ടംസിനെ അവർക്ക് തിരിച്ച് ഇവരുടെ ലൈവ്ലിഹുഡിലോട്ട് കൊണ്ടുവരണം. ആ ഒരു സ്റ്റേജാണ് ഈ പോസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് എന്ന് പറയുന്ന സ്റ്റേജ് നടക്കുന്നത്. അപ്പം ഈ ഒരു ഡിസാസ്റ്റർ ഉണ്ടാകാതിരിക്കാനായിട്ട്, അതായത് മെഷേഴ്സ് ടു പ്രിവെൻറ്റ് ആൻഡ് മിറ്റിഗേറ്റ് ഡിസാസ്റ്റർ എന്തൊക്കെയാണെന്നാണ് നമ്മൾ നോക്കുന്നത്. ഓക്കെ, അപ്പം ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സേഫ്റ്റിയാണ്. ഒന്ന് പറയുന്നത് നമുക്കറിയാം ഇങ്ങനെയുള്ള ഏരിയാസിൽ പ്രോപ്പറായിട്ട് ചെക്സ് ആൻഡ് ബാലൻസസ് വേണം. റെഗുലർ ചെക്ക് ഷുഡ് ബി കണ്ടക്റ്റഡ് ഓൺ ക്രിട്ടിക്കൽ ഇൻഫ്രാസ്ട്രക്ചർ സച്ച് ആസ് റോഡ്സ്, ഡാംസ്, ബ്രിഡ്ജസ് ആൻഡ് പവർ സ്റ്റേഷൻ. അപ്പോൾ ഈ ഒരു ന്യൂസിൻ്റെ കേസിൽ നമുക്കറിയാം ഇവിടെ പ്രോപ്പറായിട്ട് സേഫ്റ്റി പ്രോട്ടോകോൾസ്, അതായത് ഫയർ ആൻഡ് സേഫ്റ്റി ആണ് ഈ ഒരു ന്യൂസിൽ നമുക്കറിയാം പ്രോപ്പറായിട്ട് മാനേജ്ഡ് അല്ലാതെ. അപ്പോൾ ഫയർ ആൻഡ് സേഫ്റ്റി പ്രോപ്പറായിട്ട് ഹാൻഡിൽഡ് ആണോ എന്നുള്ളൊരു കാര്യം നമ്മൾ അതിനകത്ത് നോക്കണമായിരുന്നു. അപ്പോൾ അതിലുള്ള പ്രോപ്പർ ചെക്കിംഗ് ആൻഡ് ബാലൻസസ് ഇല്ലാത്തതുകൊണ്ടായിരുന്നു ഇങ്ങനൊരു ഡിസാസ്റ്റർ ഡൽഹിയിൽ ആ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ നടന്നത്. ഓക്കെ, അപ്പം ദർ ഷുഡ് ബി എൻഷുറിംഗ് ദാറ്റ് ദേ മീറ്റ് പ്രോപ്പർ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സ് ആൻഡ് ആർ ഫോർട്ടിഫൈഡ് ഇഫ് നെസസറി. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് എൻവയോൺമെന്റലി സസ്റ്റൈനബിൾ ആയിട്ടുള്ള ഡെവലപ്മെന്റ് ആയിരിക്കണം. എൻവയോൺമെന്റൽ കൺസിഡറേഷനും ഡെവലപ്മെന്റൽ എഫേർട്സും ഹാൻഡ് ഇൻ ആണ്. ഇത് എസ്പെഷ്യലി
എർത്ത് ക്വേക്ക് പ്രോൺ ആയിട്ടുള്ള ഏരിയയിൽ എർത്ത് ക്വേക്ക് റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് നടത്തണം. അതുപോലെ തന്നെ ലാൻഡ് സ്ലൈഡ് പ്രോൺ ആയിട്ടുള്ള ഏരിയാസിൽ അതിന് അനുയോജ്യമായിട്ടുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ നടക്കണം. അപ്പോൾ അങ്ങനെയുള്ള രീതിയിലുള്ള കൺസ്ട്രക്ഷൻ മെറ്റീരിയൽസ് അതുപോലുള്ള ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരണം. അതാണ് എൻവയോൺമെൻ്റലി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് എന്ന് വെച്ചാൽ ക്ലൈമറ്റ് ചേഞ്ച് അഡാപ്റ്റേഷൻ ആണ്. നമുക്കറിയാം ക്ലൈമറ്റ് ചേഞ്ച് എന്ന് പറയുന്നത് ഒരു ഇൻവിറ്റബിൾ ആയിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിൽ ഇങ്ങനെയുള്ള നാച്ചുറൽ ഡിസാസ്റ്റേഴ്സിൻ്റെ ഫ്രീക്വൻസിയും ഇൻറ്റൻസിറ്റിയും കൂടി വരും. ഓക്കെ, നമുക്കറിയാം ഇപ്പോൾ ഹീറ്റ് വേവിൻ്റെ ന്യൂസ് തന്നെ നമുക്ക് ഇപ്രാവശ്യം ഉണ്ട്. അതുപോലെ തന്നെ സുനാമീസ് ഒക്കെ നമ്മൾ റെഗുലർലി കേൾക്കുന്ന ഒന്നാണ്, എർത്ത് ക്വേക്സും നമ്മൾ റെഗുലർലി കേൾക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ഇൻറ്റൻസി വരുന്നതിൻ്റെ ഇൻറ്റൻസിറ്റിയും അതുപോലെ തന്നെ ഇത് ഉണ്ടാകുന്നതിൻ്റെ സാഹചര്യങ്ങളുടെ എണ്ണവും കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ട സ്ട്രാറ്റജീസും അതിന് വേണ്ടിയിട്ടുള്ള റിസ്ക് അഡാപ്ഷനും നമ്മൾ കണ്ടെത്തേണ്ടതുണ്ട്. പിന്നെ റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് വൾണറബിലിറ്റി മാപ്പിംഗ്, അതായത് ജിയോഗ്രഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം GIS, അതുപോലെ തന്നെ മാപ്പിംഗ് ആൻഡ് സർവേ വൾണറബിലിറ്റി അനാലിസിസ് എല്ലാം ചെക്ക് ചെയ്തിട്ട് ഹൈ റിസ്ക് ഏരിയാസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. എന്നിട്ട് അവിടെ എങ്ങനെയാണ് അവിടെ വരുന്ന പ്രോബ്ലംസ്, ഇപ്പോൾ എർത്ത് ക്വേക്സ് ഒക്കെ ആണെങ്കിൽ എർത്ത് ക്വേക്സ് ഉണ്ടാകാൻ ചാൻസസ് ഉള്ളൂ. നമുക്കറിയാം ടെക്ടോണിക് പ്ലേറ്റ്സിൻ്റെ ജോയിനിങ് ഏരിയാസിലാണ് എർത്ത് ക്വേക്സ് ഉണ്ടാകുന്നത്. അപ്പോൾ ആ ഒരു ഏരിയാസിൽ നമ്മൾ എങ്ങനത്തെ രീതി കൺസ്ട്രക്ഷൻ നടത്തണം, അവിടെ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യം നമുക്ക് ഓൾറെഡി അറിയാം അല്ലേ. അപ്പോൾ അവിടെ ഒരു റിസ്ക് അസസ്മെൻറ്റ് ആൻഡ് വൾണറബിലിറ്റി മാപ്പിംഗ് നമ്മൾ നടത്തേണ്ട ആവശ്യമുണ്ട്. പിന്നെ അർബൻ പ്ലാനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് ആണ്. പ്രിവെൻറ്റിംഗ് അൺപ്ലാൻഡ് അർബനൈസേഷൻ ആൻഡ് ഫോക്കസിംഗ് ഓൺ മെയിൻറ്റെയിനിങ് നാച്ചുറൽ ഡ്രെയിനേജ് സിസ്റ്റംസ് ക്യാൻ ഹെൽപ്പ് റെഡ്യൂസ് ഇമ്പാക്ട് ഓൺ ഡിസാസ്റ്റേഴ്സ് ഇൻ അർബൻ ഏരിയസ്. അപ്പോൾ ഇതിൽ ഈ ഒരു കാര്യത്തിൽ ഈ ഒരു പോയിന്റിൽ നമ്മൾ ആഡ് ഓൺ ചെയ്യേണ്ടത് ഫ്ലഡിങ് ആണ്, സിറ്റിയിലുള്ള ഫ്ലഡിങ് ആണ്. അപ്പോൾ നമുക്ക് സ്പോൺ സിറ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് നമുക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാൻ പറ്റുന്നതാണ്. അതായത് നമുക്കറിയാം നമ്മുടെ നാട്ടിലുള്ള ഇപ്പം ചെന്നൈയുടെ കേസിൽ പെട്ടെന്നൊരു 3 hour റെയിൻ നടന്നു കഴിഞ്ഞാൽ തന്നെ അവിടെ ഫ്ലഡിങ് നടക്കും. കാരണം അവിടെ ഉള്ള വെറ്റ്ലാൻഡ്സിനെ മൂവ് ചെയ്തുകൊണ്ടാണ്, അല്ല അതിൻ്റെ മുകളിലാണ് ഇവർ കൺസ്ട്രക്ഷൻ നടത്തിയത്. അപ്പം നാച്ചുറലായിട്ട് ഈ വെള്ളം പോകാനായിട്ട് ഒരു ഇടയില്ലാത്തതുകൊണ്ട് കംപ്ലീറ്റ്ലി ചെന്നൈ ഫ്ലഡഡ് ആവും. അപ്പോൾ അങ്ങനെ ഒരു കൺസെപ്റ്റിലാണ് ഈ സ്പോൺ സിറ്റീസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ചൈനയിൽ ചെക്ക് ചെയ്തത്. അതായത് റോഡിലൊക്കെ പെർമിസിബിൾ ആയിട്ടുള്ള പോറസ് ആയിട്ടുള്ള റോഡ് ഉണ്ടാക്കും, എന്നിട്ട് അവിടെ ഈ വാട്ടർ കളക്ട് ആവും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്ക് ഈ ഫ്ലഡിങ് അങ്ങനെ നടക്കത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു മിറ്റിഗേഷൻ മെത്തേഡാണ് സ്പോൺ സിറ്റീസ് എന്ന് പറയുന്നത്. നമുക്ക് ഈ സിറ്റി അല്ലെങ്കിൽ ഫ്ലാഷ് ഫ്ലഡിങ് ഒക്കെ ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് നടക്കുന്ന ഒരു സംഭവം ആയതുകൊണ്ട് ഈ സ്പോൺ സിറ്റീസ് എന്ന് പറയുന്ന കാര്യം ആ ഒരു മിറ്റിഗേഷൻ മെത്തേഡ് ഇന്നത് ആഡ് ചെയ്യാനായിട്ട് മറക്കല്ല. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് 13 മാവോയിസ്റ്റ് മിലിഷ്യ മെമ്പേഴ്സ് സറണ്ടർഡ് ബിഫോർ പോലീസ് ഇൻ ആന്ധ്രാപ്രദേശ് ASR ഡിസ്ട്രിക്ട്. അപ്പോൾ ഇതിൻ്റെ കോണ്ടെക്സ്റ്റ് ഇപ്പം ഹെഡിങ് തന്നെ നിങ്ങൾക്ക് മനസ്സിലായി. അതായത് എന്താണ്, ഒരു 13 മിലിഷ്യ മെമ്പേഴ്സ് CPI മാവോയിസ്റ്റ് ഇതിൽപ്പെട്ട ആ ഒരു ഔട്ട്ഫിറ്റിൽ പെട്ട ആൾക്കാർ അല്ലൂരി സീതാരാമ രാജു എന്ന് പറയുന്ന ഡിസ്ട്രിക്റ്റിൽ അവർ എന്താണ് ഈ മാവോയിസത്തിൽ നിന്ന് മാറി അവർ അവിടെ പോലീസിന് സറണ്ടർ ആയി എന്നാണ് ന്യൂസ് വന്നേക്കുന്നത്. അപ്പം നമ്മൾ ഇതിനകത്ത് അറിഞ്ഞിരിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ മാവോയിസ്റ്റ് ഇൻസർജൻസി ഇത് എസ്പെഷ്യലി ഇന്റേണൽ സെക്യൂരിറ്റി ആയിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇത് മെയിൻസ് പെർസ്പെക്റ്റീവിലുള്ള ഒരു ന്യൂസാണ്. പിന്നെ ഇതിനകത്ത് എക്സ്ട്രാ അറിയാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ റെഡ് കൊറിഡോർ എന്ന് പറയുന്ന ഒരു ഏരിയ ആണ്. ഓക്കെ, അത് നമ്മൾ അറിഞ്ഞിരിക്കുന്നത് വെച്ചാൽ ഒരു ട്രൈ ജംഗ്ഷൻ അല്ലെങ്കിൽ ആ ഒരു ഏരിയയിലാണ് കൂടുതലും മാവോയിസം ഉള്ളത്. പക്ഷേ മാവോയിസം ആ എക്സ്ട്രീമിസം ആക്ച്വലി ഇപ്പോൾ കുറയുന്നുണ്ട്. ഓക്കെ, ആന്ധ്രാപ്രദേശിൽ പോലത്തെ റീജിയനിലുള്ള ഇത് നമ്മുടെ അവിടെ ഒരു ആൻറ്റി ഇൻസർജൻസി മൂവ്മെൻറ്റ് ഒരു പോലീസ് ഫോഴ്സ് ഉണ്ട്, ബ്ലാക്ക് വൂൾസ് അങ്ങനെ ഉണ്ടാവുന്ന ഗ്രേ ഹോൺസ് എന്നാണ് അവരുടെ പേര്. ഓക്കെ, അവരൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് മാവോയിസ്റ്റുകളെ അറ്റാക്ക് ചെയ്ത് കുറേ ഇൻസർജൻസി ഒക്കെ കുറച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ ഉള്ളൊരു സാഹചര്യമാണിത്. അപ്പോൾ മാവോയിസ്റ്റ് ഇൻസർജൻസി എന്താണ് നമ്മൾ നോക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ലൊക്കേഷൻ ഇന്ത്യയിൽ എവിടെയാണ് അവിടെ അവർ വരുന്നത് ഏറ്റവും കൂടുതലുള്ളത്, അപ്പോൾ ഇതിൻ്റെ റീസൺസ് എന്താണ്, അവരെ എങ്ങനെ നമ്മൾ ടാക്കിൾ ചെയ്യണം, അവരെ എങ്ങനെ സൊസൈറ്റിയിലോട്ട് റീഹാബിലിറ്റേറ്റ് ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു ആർട്ടിക്കിൾ എടുക്കുമ്പോഴേക്കും നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ മാവോയിസ്റ്റ് ഇൻസർജൻസി ഓൾസോ നോൺ ആസ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം ഹാസ് പോസ്ഡ് എ സിഗ്നിഫിക്കൻറ്റ് ചാലഞ്ച് ടു ഇന്ത്യാസ് ഇൻറ്റേർണൽ സെക്യൂരിറ്റി ഫോർ ഡെക്കേഡ്സ്. അപ്പം നമ്മൾ കുറേ എഫേർട്ട് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. അതായത് സ്കീമുകൾ കൊണ്ടുവന്നു, അതായത് ഇവിടുന്ന് മാറി ഇതിൽ നിന്ന് മാവോയിസ്റ്റുകളിൽ നിന്ന് നമ്മൾ സറണ്ടർ ആകുവാണെങ്കിൽ അവർക്ക് ക്യാഷ് അവാർഡ് കൊടുക്കും, 3 ലക്ഷം രൂപ വരെ കൊടുക്കുന്ന സാഹചര്യങ്ങളുണ്ട്. പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങൾ അവർക്ക് ഗവൺമെൻറ് ജോബ്സ് കൊടുക്കുന്ന സ്കീമുകളുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ വന്നപ്പോഴേക്കും കുറേയൊക്കെ കുറഞ്ഞു. അപ്പോൾ ഇതിൽ ഈ ഒരു റീജിയൻസ് ഈ ട്രൈബൽ ഡോമിനേറ്റഡ് ഏരിയാസിലാണ് ഈ കൂടുതലും മാവോയിസ്റ്റ് ആക്ടിവിറ്റീസ്. നമുക്കറിയാം നമ്മുടെ നാട്ടിലുണ്ട് പാലക്കാട് റീജിയനിലൊക്കെ, പാലക്കാട് ആ ഒരു ഫോറസ്റ്റ് ഏരിയാസിലൊക്കെ മാവോയിസ്റ്റ് ബന്ധങ്ങളുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓക്കെ, ട്രൈബൽ ഏരിയാസിലാണ് കൂടുതൽ ഈ ഒരു മാവോയിസ്റ്റ് ഇൻസർജൻസി വരുന്നത്. ഓക്കെ, ഇവർ ആക്ച്വലി എഗെയിൻസ്റ്റ് ദ സ്റ്റേറ്റ് ത്രൂ
ആംഡ് റിവോൾട്ടാണ് ഇവർ ഫോക്കസ് ചെയ്യുന്നത്. അതായത് ഒരു ഡെമോക്രാറ്റിക് വേയിലല്ല ഇവർ റൂൾ ചെയ്യാനോ അല്ലെങ്കിൽ ഇവരുടെ ആക്ഷൻ പ്ലാൻ പോകുന്നത്. ഇവരൊരു ആംഡ് റിവോൾട്ട്, ആംഡ് മൂവ്മെന്റിലാണ്, അതായത് വെപ്പൺസ് ഉപയോഗിച്ചിട്ടുള്ള മൂവ്മെന്റിലാണ് ഇവർ അധികാരം പിടിച്ചെടുക്കാനായിട്ട് നോക്കുന്നത്. അതാണ് മാവോയിസ്റ്റ് ഇൻസർജൻസി ഇത്ര പ്രശ്നമാകുന്നത്. ഓക്കെ, അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഒരു ഇന്ത്യയിൽ കോമൺലി ഒരു ഏരിയ ഉണ്ട്, അതാണ് റെഡ് കോറിഡോർ എന്ന് പറയുന്നത്. റെഡ് കോറിഡോറിൻ്റെ മെയിൻ ആയിട്ടുള്ള ഏരിയാസ് ജസ്റ്റ് നോക്കി വെക്കുക. വെസ്റ്റ് ഗോദാവരി ആന്ധ്രാപ്രദേശിലെ, പിന്നെ അങ്കുല, പിന്നെ ബോധ് ഒഡീഷയിലുള്ള 2 ഏരിയാസ്, പിന്നെ കബീർധാം ഛത്തീസ്ഗഡ്, മാണ്ഡ്ല മധ്യപ്രദേശ്. അപ്പോൾ ഈ ഏരിയാസിലാണ് കൂടുതലും എന്താണ് നക്സലിസം അല്ലെങ്കിൽ മാവോയിസം കൂടുതൽ കാണുന്നത്. ഓക്കെ, അപ്പം കീ പോയിന്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ജോഗ്രഫിക്കൽ സ്പ്രെഡാണ്. അതായത് ഈ മാവോയിസ്റ്റ് ഇൻസർജൻസി എന്ന് പറയുന്നത് ഏകദേശം 70 ഡിസ്ട്രിക്റ്റ് ഉണ്ട്. അതിൽ എന്താണ് 25 എണ്ണം മോസ്റ്റ് സിവിയർലി എഫക്റ്റഡ് ആണ്. ഇതിൻ്റെ ഇമ്പാക്ട് സ്റ്റേറ്റ്സ് എന്ന് പറയുന്നത് ഛത്തീസ്ഗഡ് ഉണ്ട്, ജാർഖണ്ഡ് ഉണ്ട്, ബീഹാർ, ഒഡീഷ, വെസ്റ്റ് ബംഗാൾ ആൻഡ് പാർട്സ് ഓഫ് ആന്ധ്രാപ്രദേശ്, തെലങ്കാന ആൻഡ് മഹാരാഷ്ട്ര. അതായത് നമ്മുടെ ഒരു സെൻട്രൽ ആൻഡ് ഈസ്റ്റേൺ ബെൽറ്റ് ഓഫ് സ്റ്റേറ്റ്സിലാണ് ഈ നക്സൽ ആൻഡ് മാവോയിസ്റ്റ് ഇൻസർജൻസി കൂടുതലുള്ളത്. ഇതിൻ്റെ റൂട്ട് കോസസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സോഷ്യോ എക്കണോമിക് ഇൻഇക്വാളിറ്റീസ് ആണ്. അതായത് ഇവർ ഈ മാവോയിസം പോലത്തെയുള്ള മൂവ്മെൻറ്റ് ഏറ്റെടുക്കാനായിട്ട് ആൾക്കാർ, കോമൺ മാൻ ഏറ്റെടുക്കാനായിട്ടുള്ള സാഹചര്യം വരുന്നതിൻ്റെ കാരണം എന്ന് വെച്ചാൽ നമുക്കറിയാം, ഇപ്പം സർക്കാരിൽ നിന്നുള്ള ഇനിഷ്യേറ്റീവ്സ് അല്ലെങ്കിൽ ഇൻസെൻറ്റീവ്സ് ഒക്കെ സാധാരണ ആൾക്കാരിലോട്ട് വരും. പക്ഷേ ചില കേസസിൽ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിലോട്ടോ ഒക്കെ ഈ ഡെവലപ്മെൻറ്റ് വരുന്നത് ഭയങ്കരമായിട്ട് കുറയും. ഓക്കെ, അപ്പോൾ അത് ആക്ച്വലി എന്താണ്, ഈ പൊളിറ്റിക്സ് ആണെന്ന് നമുക്ക് വേണേൽ പറയാം, അല്ലെങ്കിൽ അവരെ ഈ കാസ്റ്റ് സിസ്റ്റം പോലത്തെയുള്ള സിസ്റ്റം ഇപ്പോഴും റിലവൻ്റ് ആയിട്ട് നിൽക്കുമ്പോൾ അത് ബേസ് ചെയ്ത് അതൊരു റൂട്ട് കോസ് ആക്കിയിട്ട് ഇതിനെതിരെ പോരാടുക എന്നുള്ള രീതിയിലാണ് ഇവർ വരുന്നത്. ഓക്കെ, ഗവർണൻസ് ഡെഫിസിറ്റ്, അതുപോലെ തന്നെ അതായത് ഗവർണൻസ് പ്രോപ്പറായിട്ട് ഇല്ലാത്തത്, പൊളിറ്റിക്കൽ മാർജിനലൈസേഷൻ, ലാൻഡ് ഏലിയനൈസേഷൻ ആൻഡ് ഡിസ്ക്രിമിനേഷൻ അഗെയിൻസ്റ്റ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ഹാവ് ഫ്യൂവൽ ദ ഗ്രോത്ത് ഓഫ് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം. ഓക്കെ, അതായത് അഡ്രസ്സിങ് ദീസ് ഡീപ് റൂട്ടഡ് ഇഷ്യൂസ് ഈസ് ക്രൂഷ്യൽ ഫോർ സസ്റ്റൈനബിൾ റെസൊല്യൂഷൻ. അപ്പോൾ സെക്യൂരിറ്റി ചാലഞ്ചസ് എന്ന് പറയുന്നത് ലെഫ്റ്റ് വിങ് എക്സ്ട്രീമിസം പോസസ് സിഗ്നിഫിക്കൻറ്റ് ത്രെറ്റ്സ് ടു ഇന്റേണൽ സെക്യൂരിറ്റി, ലീഡിംഗ് ടു വയലന്റ് ക്ലാഷസ്, ലോസ് ഓഫ് ലൈഫ്സ് എമംഗ് സെക്യൂരിറ്റി ഫോഴ്സസ് ആൻഡ് സിവിലിയൻസ്, ഡിസ്റപ്ഷൻ ഓഫ് ഡെവലപ്മെന്റൽ പ്രോജക്ട്സ് ആൻഡ് ഹ്യൂമൻ റൈറ്റ്സ് വയലേഷൻ. ഓക്കെ, നമുക്കത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച്, ഇതിനെ എങ്ങനെയാണ് നമുക്ക് തിരിച്ച് കൊണ്ടുവരാൻ പറ്റുന്നത്? അതിൻ്റെ ഒരു ഹോളിസ്റ്റിക് അപ്രോച്ച് എന്ന് പറയുന്നത് കോംപ്രിഹെൻസീവ് സ്ട്രാറ്റജീസ് റിക്വയർഡ് ഇൻവോൾവിംഗ് കാലിബ്രേറ്റഡ് സെക്യൂരിറ്റി ഓപ്പറേഷൻസ് ടു ന്യൂട്രലൈസ്, അതായത് ഈ വയലൻ്റ് ആയിട്ടുള്ള എലമെൻറ്റ്സ്, അതൊക്കെ അറിയാം. ഈ നക്സലിസം അല്ലെങ്കിൽ മാവോയിസ്റ്റ് ബന്ധങ്ങൾ എന്ന് പറയുന്നത് കൂടുതൽ അവർ വയലൻറ്റ് മെത്തേഡ്സ് ആണ്. ഞാൻ പറഞ്ഞ ആംഡ് മൂവ്മെൻറ്റ്സിലൂടെ ഇവർ പവർ കൺട്രോൾ ചെയ്യാനായിട്ട് നോക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ വയലൻ്റ് എലമെൻറ്റ്സിനെ മിലിറ്ററിലി സപ്രസ് ചെയ്യണം. പിന്നെ ഡെവലപ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് ഫോക്കസ്ഡ് ഓൺ ഇൻക്ലൂസീവ് ഗ്രോത്ത്, അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഡെവലപ്മെൻറ്റിനെ ഫോക്കസ് ചെയ്തിട്ട് വേണം എന്താണ് അവിടെയുള്ള ആ ഏരിയാസിൽ അവർക്ക് എംപ്ലോയ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റീസ് കൊടുക്കുക, അവർക്കൊരു ഇൻക്ലൂസീവ് ഗ്രോത്ത്, ഇതൊക്കെ കീവേഡ്സ് ആണ്. ഇൻക്ലൂസീവ് ഗ്രോത്ത് ഒക്കെ അവിടെ കൊണ്ടുവരാനായിട്ട് നമ്മൾ നോക്കേണ്ടത്. ഡയലോഗ് ആൻഡ് റീകൺസിലേഷൻ എഫേർട്സ് ടു ഫെസിലിറ്റേറ്റ് ദ സറണ്ടർ ആൻഡ് റീഹാബിലിറ്റേഷൻ ഓഫ് മാവോയിസ്റ്റ് കേഡേഴ്സ്. അത് ഓൾറെഡി നടക്കുന്നുണ്ട്, പക്ഷേ കുറച്ചുകൂടെ എഫക്റ്റീവായിട്ട് നടത്തണം. അഡ്രസ്സിങ് ലാൻഡ് റൈറ്റ്സ് ഇഷ്യൂസ്, അതൊരു ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്. അതായത് ട്രൈബൽ കമ്മ്യൂണിറ്റി ഏരിയാസിൽ അവരുടെ ഫോറസ്റ്റ് ഏരിയാസിൽ ഉള്ള ആക്സസ് അവർക്ക് തന്നെ കൊടുക്കുക എന്നുള്ളത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതാണ് കൂടുതൽ ഈ ട്രൈബൽ ഏരിയാസ് ആയിട്ടുള്ള ക്ലാഷസിനുള്ള കാരണങ്ങളൊന്ന്. എൻഷുറിങ് പ്രോപ്പർ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ലോസ് ലൈക്ക് ഫോറസ്റ്റ് റൈറ്റ്സ് ആക്ട് ആൻഡ് പ്രൊവൈഡിങ് അഡിക്വേറ്റ് കോമ്പൻസേഷൻ ഫോർ ഡിസ്പ്ലേസ്മെൻറ്റ്. പിന്നെ എംപവറിങ് ട്രൈബൽ കമ്മ്യൂണിറ്റീസ് ത്രൂ എഡ്യൂക്കേഷൻ, ഹെൽത്ത് കെയർ, സ്കിൽ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാംസ്. അപ്പം എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് തന്നെ ഒരു വണ്ടർഫുൾ ടൂളാണ്. അത് വെച്ച് തന്നെ നമുക്കറിയാം, ഇപ്പം ഇവരെ ആൾക്കാരെ ബ്രെയിൻ വാഷ് ചെയ്തിട്ടായിരിക്കും, അല്ലെങ്കിൽ ഇവരിങ്ങനെ ഒപ്രസ്ഡ് ആണെന്ന് മനസ്സിലാക്കി കഴിയുമ്പോഴേക്കും അത് മുതലെടുത്തായിരിക്കും ഈ മാവോയിസ്റ്റ് പോലത്തെ മൂവ്മെൻറ്റ്സ് ഇവർ സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റി ആണെങ്കിൽ ഇങ്ങനല്ല, ഇതിനൊരു ഡെമോക്രാറ്റിക് ഫോമിൽ നമുക്ക് അജിറ്റേഷൻസ് കൊണ്ടുപോകാം. അങ്ങനെ ഒരു രീതിയിലോട്ട് ഇതിനെ ട്രാൻസിഷൻ ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അവരുടെ വോയിസ് പ്രോപ്പറായിട്ട് ഹിയർ ചെയ്യാനായിട്ടുള്ള ഒരു മെത്തേഡും അങ്ങനെ ഡെവലപ്പ് ആവും. അപ്പോൾ സ്ട്രെങ്തനിങ് ഡെമോക്രാറ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആൻഡ് ഫോസ്റ്ററിങ് ട്രസ്റ്റ് ബിറ്റ്വീൻ കമ്മ്യൂണിറ്റീസ് ആൻഡ് ദ ഗവൺമെൻറ്. അപ്പോൾ നെക്സ്റ്റ് ന്യൂസ് എന്ന് പറയുന്നത് ഇത് ഹീറ്റ് വേവ്സിനെ പറ്റിയാണ്. ഓക്കെ, ഹീറ്റ് വേവ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ ഇതും ഒരു ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരു ന്യൂസാണ്. അപ്പം റീസെൻറ്റ് സ്റ്റഡി പബ്ലിഷ്ഡ് ഇൻ സയൻസ് അഡ്വാൻസസ് ഹാസ് ഷെഡ് ലൈറ്റ് ഓൺ ദ concerning trend, heat waves across the globe are slowing down and lasting longer. അപ്പം അങ്ങനെ പറയുമ്പോഴേക്ക് ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എക്കോസിസ്റ്റത്തിൽ അത് ഭയങ്കര ഡെവാസ്റ്റേറ്റിംഗ് ആയിട്ടുള്ളൊരു പ്രശ്നങ്ങളാണ് കൊണ്ടുവരാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ഹീറ്റ് വേവ് എന്താണെന്നാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഹീറ്റ് വേവ്സ് ആർ ജനറലി റിസൾട്ട് ഓഫ് ട്രാപ്ഡ് എയർ. They occur on when a system of high temperature, high atmospheric pressure moves into an area and lasts for 2 to 3 days. അപ്പോൾ ഹീറ്റ് വേവ്സ് എന്ന് പറയുന്നത്
എന്താണ് എക്സസീവ് ഹോട്ടായിട്ടുള്ള ഒരു പീരീഡാണ്. അത് കുറേ നേരത്തേക്ക് 2-3 ഡേയ്സ് അവരുടെ നിൽക്കും. അപ്പോൾ അങ്ങനെ വരുമ്പോഴേക്കും അവിടെ ഹ്യൂമൻ ഹെൽത്ത് ആൻഡ് എൻവയോൺമെൻറ്റിനെ ഭയങ്കരമായിട്ട് എഫക്റ്റ് ചെയ്യും. അപ്പോൾ ഇന്ത്യ എന്ന് പറയുന്ന ഏരിയ ആക്ച്വലി ഭയങ്കരമായിട്ട് വൾണറബിൾ ആണ് ഹീറ്റ് വേവ്സിന്. അതും കൂടി ഓർത്തിരിക്കുക. അപ്പോൾ റീസെൻറ്റ് ഇയേഴ്സിലായിട്ട് അത് കൂടുന്നുണ്ട്. അപ്പോൾ ഹീറ്റ് വേവ്സ് നമ്മൾ പഠിക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യമാണ് ഹീറ്റ് ഡോം. ഹീറ്റ് ഡോമും കൂടി നിങ്ങൾ നോക്കുക. നമുക്കറിയാം കഴിഞ്ഞ വർഷം കാനഡയിൽ അല്ലെങ്കിൽ നോർത്തേൺ യൂറോപ്പിലൊക്കെ ഹീറ്റ് ഡോം എന്ന് പറയുന്ന ഒരു ഫിനോമിന ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞ വർഷത്തെ കറണ്ട് അഫയേഴ്സിൽ ഇമ്പോർട്ടൻ്റ് ആയിരുന്നു. നിങ്ങൾ എന്നാലും ഒന്ന് നോക്കി വെക്കുക. അപ്പോൾ ആ ഒരു എഫക്റ്റിൽ അത് കുറച്ചുകൂടെ ഭയങ്കര ഇൻറ്റൻസീവ് ആയിട്ടുള്ളൊരു എഫക്റ്റാണ് ഹീറ്റ് വേവ്സിനെക്കാട്ടിലും. ഓക്കെ, അതുകൂടി അതൊരു ഹോംവർക്കായിട്ട് നിങ്ങൾ നോക്കേണ്ട ഒരു കാര്യമാണ്. ഓക്കെ, കോസസ് എന്ന് പറയുന്നത് ഗ്ലോബൽ വാർമിംഗ് എന്ന് പറയുന്നത് നമുക്കറിയാം റേസിംഗ് ഗ്രീൻ ഹൗസ് ഗ്യാസ് എമിഷൻസ്, ഫോസിൽ ഫ്യൂൽ കമ്പഷൻ, ഡീഫോറസ്റ്റേഷൻ ആൻഡ് ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്. ഇതെല്ലാം ഇത് കൂടുതലുണ്ട്. ഇതെല്ലാമാണ് ഫാക്ടേഴ്സാണ് കോൺട്രിബ്യൂട്ട് ടു ഇൻക്രീസിങ് ഗ്ലോബൽ ടെമ്പറേച്ചേഴ്സ് ആൻഡ് ഫ്യൂലിംഗ് ഹീറ്റ് വേവ്സ്. അപ്പോൾ urbanization എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ദ urban ഹീറ്റ് ഐലൻഡ് എഫക്ട് കോസ്ഡ് ബൈ ദ അബ്സോർപ്ഷൻ ആൻഡ് റിട്ടൻഷൻ ഓഫ് ഹീറ്റ് ബൈ കോൺക്രീറ്റ് സർഫേസസ് ആൻഡ് ഹൈ പോപ്പുലേഷൻ. നമുക്കറിയാം കോൺക്രീറ്റ് സർഫേസസ് ആക്ച്വലി ഹീറ്റ് ട്രാപ്പ് ചെയ്യും. അതുപോലെ തന്നെ നമ്മൾ കോൺക്രീറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന വാട്ടർ അതും ട്രാപ്പ് ആവുന്നുണ്ട്. ഓക്കെ, അപ്പം അങ്ങനെ വരുമ്പോഴേക്കും ഹീറ്റ് ട്രാപ്പ് ചെയ്തിട്ട് ഈ ഹീറ്റിൻ്റെ ഇൻറ്റൻസിറ്റി ഭയങ്കരമായിട്ട് കൂട്ടും. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ഹീറ്റ് വേവ്സ് നടക്കുന്ന സമയത്ത് ഈ ഹീറ്റ് ഭയങ്കരമായിട്ട് ഇൻറ്റൻസിഫൈഡ് ആവും. അപ്പോൾ പിന്നെ മൂന്നാമത്തേന്ന് പറയുന്നത് എൽനിനോ എഫക്റ്റ് ആണ്. വാർമിംഗ് ഓഫ് പസഫിക് ഓഷൻ ഡ്യൂറിങ് എൽനിനോ ഇവൻറ്റ്സ് ക്യാൻ ഡിസ്റ്റർബ് ഗ്ലോബൽ വെതർ പാറ്റേൺസ് ലീഡിങ് ടു ഹീറ്റ് വേവ്സ് ഇൻ സർട്ടൺ റീജിയൻസ് ഇൻക്ലൂഡിങ് ഇന്ത്യ. നമുക്ക് എൽനിനോയുടെ പാറ്റേൺ അറിയാം. ചിലി, ഇന്ത്യ, ഓസ്ട്രേലിയയുടെ ആ ഒരു ബെൽറ്റ്, അതൊക്കെ ആ മാപ്പ് നിങ്ങൾ നോക്കിയിട്ട് എൽനിനോയുടെ മൂവ്മെൻറ്റിൻ്റെ മാപ്പ് അനുസരിച്ച് നിങ്ങൾ മനസ്സിലാക്കി വേണം. അതിനൊരു വാലിഡേഷൻ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞാൽ അത് എഴുതിക്കോണം. ഓക്കെ, ഇമ്പാക്ട്സ് എന്ന് പറയുന്നത് ഹെൽത്ത്. ഹീറ്റ് വേവ്സ് ക്യാൻ കോംപ്രമൈസ് ദ ബോഡീസ് എബിലിറ്റി ടു റെഗുലേറ്റ് ടെമ്പറേച്ചർ റിസൾട്ടിങ് ഇൻ ഹീറ്റ് ക്രാംസ്, ഹീറ്റ് എക്സോഷൻ, ഹീറ്റ് സ്ട്രോക്ക്, ഹൈപ്പർതേമിയ ആൻഡ് ഇൻക്രീസ്ഡ് മോർട്ടാലിറ്റി. പിന്നെ വാട്ടർ റിസോഴ്സ് എന്ന് പറയുന്നത് നമുക്കറിയാം ഡ്രൈയിങ് അപ്പ് ഓഫ് വാട്ടർ ബോഡീസ് ആണ്, റെഡ്യൂസ്ഡ് വാട്ടർ അവൈലബിലിറ്റി ഫോർ അഗ്രികൾച്ചർ ആൻഡ് ഡൊമസ്റ്റിക് യൂസ്, ഇൻക്രീസ് കോമ്പറ്റീഷൻ ഫോർ വാട്ടർ റിസോഴ്സസ് ലീഡിങ് ടു പൊട്ടൻഷ്യൽ കോൺഫ്ലിക്ട്സ്. ഓക്കെ, പിന്നെ എനർജി എന്ന് പറയുന്നത് ഇൻക്രീസ്ഡ് എനർജി ഡിമാൻഡ് ആണ് ഫോർ കൂളിംഗ് പർപ്പസസ്, ട്രെയിൻസ്, പവർ ഗ്രിഡ്സ്, കോസസ് ബ്ലാക്ക് ഔട്ട്സ് ആൻഡ് ഡിസ്റപ്റ്റിംഗ് എക്കണോമിക് ആക്ടിവിറ്റീസ് എസ്പെഷ്യലി ഫോർ വൾണറബിൾ പോപ്പുലേഷൻ. അപ്പോൾ ഈ ഹീറ്റ് വേവ്സും ഫ്ലാഷ് ഫ്ലഡ്സ്, ഈ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്, ഈ രണ്ട് ടോപ്പിക്ക് ഹീറ്റ് വേവ്സ്, ഫ്ലാഷ് ഫ്ലഡ്സ് നിങ്ങൾ നന്നായിട്ട് നോക്കണം. കാരണം ഹീറ്റ് വേവ്സ് നമുക്ക് ബാംഗ്ലൂരിൽ ഹീറ്റ് വേവ്സ് ഉണ്ടായി. അതുപോലെ തന്നെ വാട്ടർ അവൈലബിലിറ്റി ഭയങ്കരമായിട്ട് കുറഞ്ഞു. അപ്പോൾ അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഫ്ലാഷ് ഫ്ലഡ്സും ബാംഗ്ലൂർ അതുപോലെ തന്നെ കൊച്ചി ആയിട്ടുള്ള ഏരിയാസിൽ ഫ്ലാഷ് ഫ്ലഡ്സും നടന്നിട്ടുണ്ട്. ഇതൊക്കെ കറണ്ട് അഫയേഴ്സ് ബേസ് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ്. നിങ്ങൾ ഈ രണ്ട് ടോപ്പിക്സ് നിങ്ങളൊന്ന് നോക്കിയേക്കണം. നിങ്ങൾക്ക് പ്രിലിംസ് കഴിഞ്ഞ് മെയിൻസ് വരുമ്പോൾ ഇത് ബേസ് ചെയ്തിട്ട് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ നിന്ന് ക്വസ്റ്റ്യൻസ് വരാനായിട്ടും ചാൻസസ് ഉണ്ട്. ഓക്കെ, എൻ്റെ വേ ഫോർവേഡ് എന്ന് പറയുമ്പോൾ ഹീറ്റ് വേവ് ആക്ഷൻ പ്ലാൻ ആണ്. ഡെവലപ്പ് ആൻഡ് ഇംപ്ലിമെൻറ്റ് എഫക്റ്റീവ് ഡിസാസ്റ്റർ അഡോപ്ഷൻ സ്ട്രാറ്റജീസ്, റോബസ്റ്റ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് പോളിസീസ്, പ്രയോറിറ്റൈസിങ് ദ പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ ലൈഫ് സ്റ്റോക്ക് ആൻഡ് വൈൽഡ് ലൈഫ് ഇൻ ഹീറ്റ് വേവ് സോൺസ്. ക്ലൈമറ്റ് ആക്ഷൻ പ്ലാൻസ് എന്ന് പറയുമ്പോൾ ഇംപ്ലിമെൻറ്റ് ദ നാഷണൽ ആക്ഷൻ പ്ലാൻ ഫോർ ക്ലൈമറ്റ് ചേഞ്ച് വിത്ത് എ ഫോക്കസ് ഓൺ ഇൻക്ലൂസീവ് ഗ്രോത്ത്, എക്കോളജിക്കൽ സസ്റ്റൈനബിലിറ്റി ആൻഡ് നേച്ചർ ബേസ്ഡ് സൊല്യൂഷൻ. സസ്റ്റൈനബിൾ കൂളിംഗ് എന്ന് പറയുമ്പോഴേക്കും അഡാപ്റ്റ് പാസീവ് കൂളിംഗ് ടെക്നോളജീസ്, അഡാപ്റ്റിംഗ് ഇന്ത്യൻ ബിൽഡിംഗ് ഡിസൈൻസ്. ഓക്കെ, അതായത് നമുക്കറിയാം ഈ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലിൻ്റെ കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് നിങ്ങൾ അറിഞ്ഞിരിക്കണം. അതായത് ഈ മോട്ടാർ അല്ലെങ്കിൽ കോൺക്രീറ്റ് യൂസ് ചെയ്യാതെ, കോൺക്രീറ്റിൻ്റെ യൂസ് അതിൽ ഭയങ്കരമായിട്ട് കുറവാണ്. അപ്പോൾ ആ ഒരു രീതിയിലുള്ള കൺസ്ട്രക്ഷൻ മെത്തേഡ്സ് യൂസ് ചെയ്യുക. ഇൻ്റർലോക്കിംഗ് ഉപയോഗിച്ചിട്ട്, ബ്രിക്സിൻ്റെ ഇൻ്റർലോക്കിംഗ് ഒക്കെ ഉപയോഗിച്ചിട്ടാണ് ഈ ഗ്രീൻ ബിൽഡിംഗ് കൗൺസിലൊക്കെ അംഗീകരിച്ചിട്ടുള്ള അല്ലെങ്കിൽ ഗ്രീൻ ബിൽഡിങ്ങിൻ്റെ ഗ്രേഡഡ് ആയിട്ടുള്ള കൺസ്ട്രക്ഷൻസ് വരുന്നത്. പിന്നെ ഹീറ്റ് വേവ് മിറ്റിഗേഷൻ പ്ലാൻസ് എന്ന് പറയുമ്പോഴേക്കും പ്രൊവൈഡ് ആക്സസ് ടു water, oral rehydration solutions and shade in public places, implement flexible working hours and make special arrangements for outdoor workers. പിന്നെ ലോക്കൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുമ്പോൾ എൻഷുർ പ്രൊട്ടക്റ്റീവ് ഇംപ്ലിമെൻറ്റേഷൻ ഓഫ്, അതായത് എന്താ ലോക്കൽ അതോറിറ്റീസിന് പ്രോപ്പർ വാർണിംഗ്സും അങ്ങനത്തെ കാര്യങ്ങളെല്ലാം കൊടുക്കണം. പിന്നെ നമുക്കറിയാം ഈ കൂളിംഗ് സിസ്റ്റംസ്, നമുക്കറിയാം സ്ട്രീറ്റ്സിലൊക്കെ വാട്ടേഴ്സിൻ്റെ ഇതുപോലെ തന്നെ സ്പ്രേയർ അങ്ങനത്തുള്ള കാര്യങ്ങളൊക്കെ കൊടുക്കുക. പിന്നെ വെയിറ്റിംഗ് ഷെഡ്സിൽ കൂളിംഗ് മെത്തേഡ്സ് ഇംപ്ലിമെൻറ്റ് ചെയ്യുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ലോക്കൽ അതോറിറ്റീസിൽ നിന്ന് നമുക്ക് എടുക്കാൻ പറ്റും. പിന്നെ നെക്സ്റ്റ് എന്ന് പറയുന്നത് ഒരു ഹൗസിംഗ് സ്കീമിനെ കുറിച്ചായിരുന്നു എഡിറ്റോറിയൽ ബേസ് ചെയ്തിട്ട്. ഇതിൻ്റെ കോൺടാക്ട്സ് എന്ന് പറയുന്നത് ദ ഗവൺമെൻറ് ഓഫ് ഇന്ത്യാസ് പ്രധാൻ മന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാ അഭിയാൻ എയിംസ് ടു ഇംപ്രൂവ് ദ സോഷ്യോ എക്കണോമിക് കണ്ടീഷൻസ് ഓഫ് പർട്ടിക്കുലർലി വൾണറബിൾ tribal groups PYTGs. However, the implementation of the housing scheme under PM Janman, the biggest direct benefit transfer scheme for the PYTGs, faces challenges in ensuring inclusivity
ആൻഡ് ആക്സസിബിലിറ്റി ഫോർ ദീസ് മാർജിനലൈസ്ഡ് കമ്മ്യൂണിറ്റീസ്. അപ്പോൾ ട്രൈബൽ ഏരിയാസിൽ ഒരു ഹൗസിംഗ് സ്കീം, അതായത് ട്രൈബൽസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള ഒരു സ്കീമാണ് പ്രധാനമന്ത്രി ജൻജാതി ആദിവാസി ന്യായ മഹാഭിയാൻ. അപ്പോൾ അതിൻ്റെ ആ ഒരു ഡെവലപ്മെൻറ്റ് സ്കീം ഇംപ്ലിമെൻറ്റ് ചെയ്യുമ്പോഴേക്കും വന്ന ഒരു ഇൻക്ലൂസീവ് ഡെവലപ്മെൻറ്റ് കൊണ്ടുവരാൻ പറ്റാതിരുന്നതിനെക്കുറിച്ചുള്ള ഒരു എഡിറ്റോറിയലാണ്. നമുക്ക് ഈ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ ഒക്കെ ഡെവലപ്മെൻ്റ് ഒക്കെ വരുമ്പോഴേക്കും നമുക്ക് നേരത്തെ പറഞ്ഞ നക്സലിസം അല്ലെങ്കിൽ മാവോയിസം ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ പോലും നമുക്ക് ഇങ്ങനെയുള്ള സ്കീംസ്, അതിൻ്റെ നെയിംസ് നമുക്ക് ആഡ് ചെയ്തിട്ട് ഇതിൻ്റെ ഒരു വാലിഡേഷൻ അല്ലെങ്കിൽ നമുക്ക് ഇതിനെ സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം. ഇങ്ങനെയുള്ള സ്കീംസ് ഉണ്ടായിട്ട് പോലും അത് പ്രോപ്പറായിട്ട് റൺ ചെയ്തില്ല, അവിടെയുള്ള കറപ്ഷൻസ് വന്നു, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ച് നമുക്ക് സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാം ആൻസർ റൈറ്റിങ്ങിൽ. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഇത് വരാനായിട്ടുള്ള ഒരു കാരണം എന്താണ് എന്ന് വെച്ചാൽ ഈ മൊബൈൽ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാനായിട്ടുള്ള ഡിസർപ്പറൻസീസ് ആണ്. എന്ന് പറയുന്നത് എന്താണ്, ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ എന്താണ് കൂടുതൽ ഓൺലൈനായിട്ടായിരിക്കും ഇതിൻ്റെ രജിസ്ട്രേഷനോ അങ്ങനത്തെ കാര്യങ്ങളോ. ഒന്നെന്ന് പറയുന്നത് വില്ലേജ് ലിസ്റ്റിലുള്ള ഇതും അതുപോലെ തന്നെ MG നരേഗയുടെ ജോബ് കാർഡും തമ്മിലുള്ള ഒരു വ്യത്യാസം വരുന്നുണ്ട്. പിന്നെ ഇങ്ങനെയുള്ള ഒരു കാര്യത്തിൽ എന്താണ് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിലുള്ള ആൾക്കാർക്ക് മിക്ക കേസിലും ആധാറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും കാണത്തില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർക്ക് എന്താണ് ഇത് ആപ്പ് ബേസ് ചെയ്തിട്ടൊക്കെ ഇവരുടെ നെയിമും അതിൽ ലിസ്റ്റിൽ ആഡ് ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളാണ്. പിന്നെ PYTGസും അതുപോലെ തന്നെ നോൺ PYTGസിലും, അതായത് ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിലുള്ള ആൾക്കാരും അതിൽ പെടാത്ത ആൾക്കാരും തമ്മിലുള്ള രജിസ്ട്രേഷൻസിൽ എടുക്കാൻ പറ്റാത്ത ആ ഒരു ഡിഫറൻസ് കണ്ടുപിടിക്കാൻ പറ്റാത്തത്. പിന്നെ ഈ ജിയോ ടാഗിങ് നമുക്ക് നെറ്റ്വർക്ക് ഇഷ്യൂസ് ഉള്ള കാരണം പ്രോപ്പറായിട്ട് നടക്കാൻ പറ്റാത്തത്. അപ്പം ഈ ബാങ്ക് ഡീറ്റെയിൽസും അങ്ങനെയുള്ള കാര്യങ്ങൾ പ്രോപ്പറായിട്ട് നമുക്കറിയാം. ഈ ട്രൈബൽ കമ്മ്യൂണിറ്റിയിൽ പെടുന്ന ആൾക്കാർക്ക് ഒരിക്കലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ഇങ്ങനെയുള്ള ഫെസിലിറ്റീസിൽ ആക്സസ് ഒത്തിരി ഒന്നും കാണത്തില്ല, അവർക്ക് കുറവായിരിക്കും. അപ്പം ഈ പർട്ടിക്കുലർലി വൾനറബിൾ ആ ട്രൈബൽ ഏരിയാസിൽ ഏറ്റവും താഴെ തട്ടിൽ കിടക്കുന്ന ആൾക്കാരിലോട്ട് ഇത് എത്തുമ്പോഴേക്കും നമുക്കറിയാം അങ്ങനെ ഒരു ഫെസിലിറ്റി എന്ന് പറയുന്നത് അവർക്ക് അന്യം നിന്ന് പോയ കാര്യമായിരിക്കും. അപ്പോൾ അവരിലോട്ട് ഇങ്ങനെയുള്ള രജിസ്ട്രേഷൻസ് ഒക്കെ ഓൺലൈൻ ബേസ് ചെയ്തിട്ട് നമുക്ക് ആപ്പ് ബേസ്ഡ് ആയിട്ടും അങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് നടത്താൻ പറ്റത്തില്ല. ഓക്കെ, അപ്പം പർട്ടിക്കുലർ എക്സ്ക്ലൂഷൻ ഓഫ് വൾനറബിൾ ഹൗസ് ഹോൾഡ്സ്, അപ്പോൾ വൈഡ് സ്പ്രെഡ് ഡിലീഷൻ ഓഫ് MG നരേഗ വർക്കേഴ്സ് including PYTGs leading to inability for registration, instances of non-PYTGs registering with PYTGs job cards. അപ്പോൾ പർട്ടിക്കുലർലി വൾനറബിൾ ട്രൈബൽ കമ്മ്യൂണിറ്റീസിൻ്റെ കാർഡ്സ് വെച്ച് ഇതിൽ പെടാത്ത ആൾക്കാർ രജിസ്റ്റർ ചെയ്യുന്നത്, ഒമിഷൻ ഓഫ് ഇന്ത്യൻ പോസ്റ്റ് പേയ്മെൻറ്റ്സ് ബാങ്ക്. അപ്പം എന്താണ് ഈ ബാങ്ക് ഡീറ്റെയിൽസ് നമുക്കറിയാം. ഈ പോസ്റ്റൽ സിസ്റ്റം എന്ന് പറയുന്നത് എല്ലായിടത്തും ഉള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിൽ ഈ പോസ്റ്റൽ ബാങ്ക്സുകളും മിക്കവർക്കും ഉള്ളൊരു സംഭവമാണ്. പക്ഷേ ഈ ആപ്പ് വന്നപ്പോഴേക്കും ഈ ആപ്പിൽ എന്താണ് ഈ പോസ്റ്റൽ പേയ്മെൻറ്റ് ബാങ്ക് ഇവർ കൊടുത്തിട്ടില്ലായിരുന്നു. ഓക്കെ, അതൊരു പ്രശ്നമായിരുന്നു. പിന്നെ സർട്ടിഫിക്കേഷൻ ചാലഞ്ചസ് എന്ന് പറയുമ്പോഴേക്കും എന്താണ് ഈ PYTGസും നോൺ PYTGസും ഐഡൻറ്റിഫൈ ചെയ്യുന്നത് സർട്ടിഫിക്കറ്റ്സ് യൂസ് ചെയ്തിട്ടാണ്. അപ്പോൾ അങ്ങനെയുള്ളവരെ ഐഡൻറ്റിഫൈ ചെയ്യാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളും ലാക്ക് ഓഫ് സർട്ടിഫിക്കറ്റ്സും ഒരു പ്രശ്നമായി. ഓക്കെ, ഇതിൻ്റെ വേ ഫോർവേഡ് എന്ന് പറയുന്നത് സ്ട്രീം ലൈനിങ് ദ രജിസ്ട്രേഷൻ പ്രോസസ് ആൻഡ് അപ്ഡേറ്റിംഗ് ദ മൊബൈൽ ആപ്പാണ്. ഇൻകോപ്പറേറ്റിംഗ് IPPB ആസ് എൻ ഓപ്ഷൻ ടു ബാങ്ക് ഡീറ്റെയിൽസ്, അതായത് ബാങ്ക് ഡീറ്റെയിൽസിൽ പോസ്റ്റൽ ബാങ്കിങ് സിസ്റ്റം കൂടി ആഡ് ചെയ്യുക. പിന്നെ പ്രൊആക്റ്റീവ് മെഷേഴ്സ് ടു റീഇൻസ്റ്റേറ്റ് ഡിലീറ്റഡ് ജോബ് കാർഡ്സ്, കമ്മ്യൂണിറ്റി എൻഗേജ്മെൻറ്റ് ഇനിഷ്യേറ്റീവ്സ് വേണം ഗ്രാം സഭാസ് ബേസ് ചെയ്തിട്ട്, അഡ്രസ്സിങ് ഡേറ്റ മിസ്മാച്ചസ് ആൻഡ് എൻഷുറിങ് ആക്യുറേറ്റ് ബെനിഫിഷ്യറി ഐഡൻറ്റിഫിക്കേഷൻ. അതാണ് അതിൻ്റെ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമുക്ക് ഉള്ളൊരു PYQ ആണ്, പ്രിലിംസ് പെർസ്പെക്റ്റീവിലുള്ള. അതായത് നമുക്കറിയാം 2010 ഈ ക്വസ്റ്റ്യൻ വരുന്നത്. What are the possible limitations of India in mitigating global warming at present and in the immediate future? അപ്പോൾ ഇതിൻ്റെ ഓപ്ഷൻസ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ സെൻറ്റൻസ് എന്ന് പറയുന്നത് appropriate alternate technologies are not sufficiently available. India cannot invest huge funds in research and development. Many developed countries have already set up their polluting industries in India. അപ്പം what are the statements which are ഇതിൽ ഉള്ള സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ് എന്നാണ് ചോദ്യം. 1 and 2, 2 only, 1 and 3 only, 1, 2, 3. അപ്പോൾ ഇതൊരു PYQ ആണ്, 2010 ചോദിച്ച ചോദ്യമാണ്. ഇതിൻ്റെ ആൻസർ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ ഇടുക. അപ്പോൾ എന്നിട്ട് ഞാൻ അതിൻ്റെ ആൻസർ തരുന്നതായിരിക്കും. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ പ്രാവശ്യത്തെ DNA അനാലിസിൽ ഉണ്ടായിരുന്നത്. കുറേ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് റിലേറ്റഡ് ആയിട്ടായിരുന്നു. അപ്പോൾ നമുക്കറിയാം ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്ക് അത്രയും ശ്രദ്ധിക്കുന്ന ഒരു ടോപ്പിക് അല്ല ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ്. പക്ഷേ അന്നാണ് ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് നമുക്ക് ക്വസ്റ്റ്യൻസ് വരും താനും. ഓക്കെ, അപ്പോൾ അത് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് മെയിൻസ് പെർസ്പെക്റ്റീവിൽ ഈ നോട്ടിൽ നിന്ന് നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ആഡ് ഓൺ ചെയ്യാം. നിങ്ങളുടെ നോട്ടിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റ് ടോപ്പിക് ബേസ് ചെയ്തിട്ടായിട്ട് നിങ്ങൾക്ക് ഈ പോയിന്റ്സ് എല്ലാം ആഡ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് ഒരു ബേസിക് സ്ട്രക്ചർ കിട്ടും. ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ബേസിക് സ്ട്രക്ചർ ഇതിൽ നിന്ന് നമുക്ക് ജനറേറ്റ് ചെയ്യാൻ പറ്റും. അപ്പം ഈ പ്രാവശ്യത്തെ DNA അനാലിസിസ് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി അടുത്ത പ്രാവശ്യം കാണാം. നന്ദി, നമസ്കാരം.